എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് നോക്കാം. മെന്റൽ തന്റെ എക്സ്പെരിമെന്റുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പൊ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റുകളിലെല്ലാം തന്നെ പയറുചെടികളിൽ അദ്ദേഹം പറഞ്ഞു രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളെ മിക്സ് ചെയ്തപ്പോഴേക്കും അദ്ദേഹത്തിന് ഒന്നാമത്തെ ജനറേഷനിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ മാത്രം എക്സ്പ്രസ് ചെയ്തു എന്നും ആ എക്സ്പ്രസ് ചെയ്തതിന് ഡോമിനന്റ് ക്യാരക്ടർ ഒന്നും എക്സ്പ്രസ് ചെയ്യാത്തതിന് റെസസീവ് എന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് അതിനെ F2 ജനറേഷനെ സെൽഫ് പോളിനേഷൻ നടത്തി. ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റുകൾ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് F2 ജനറേഷനിൽ 3:1 എന്ന് പറയുന്ന ഒരു റേഷ്യോ ആയിരുന്നു, അല്ലെ? അപ്പൊ അദ്ദേഹം വിചാരിച്ച എല്ലാ ചെടികളിലും ഇതുപോലെ തന്നെ ആയിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം വേറെ കുറെ ചെടികളിൽ എക്സ്പെരിമെന്റ് നടത്തി. അതിലൊന്നാണ് അദ്ദേഹം തന്റെ എക്സ്പെരിമെന്റുകൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത പ്ലാന്റ് ആയിരുന്നു മിറാബിലസ് ജലപ്പ, അതായത് 4 മണി ചെടി. രണ്ടാമത്തെ സ്നാപ് ഡ്രാഗൺ, ആന്റി റൈനും, ഡോഗ് ഫ്ലവർ. ഇതിന്റെ പേരുകളെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ അദ്ദേഹം സെലക്ട് ചെയ്ത പ്ലാന്റ്. അപ്പൊ അതിന്റെ എക്സ്പെരിമെന്റ് ഇങ്ങനെയായിരുന്നു. അദ്ദേഹം റെഡ് കളറിലുള്ള ഫ്ലവറിനെയും അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള ഫ്ലവറിനെയും ഈ എക്സ്പെരിമെന്റിനായി സെലക്ട് ചെയ്യുന്നു. ഇനി റെഡ് കളർ എന്ന് പറയുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന ജിനോടൈപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. ഇനി ഈ ക്യാപിറ്റൽ ആർ ഉള്ളത് കൊണ്ടാണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഫാക്ടർ ഉള്ളതാണ് റെഡ് കളർ ഉള്ളത്. ഇനി അത് ഇല്ലാത്തതിനെ അല്ലെ നമുക്ക് സ്മോൾ ആർ എന്ന് എഴുതാം. അതാണ് വൈറ്റ് നിറം ഇല്ലാതെ ആകുന്നത്. ഇനി അതിന്റെ ലോ ഓഫ് സെഗ്രിഗേഷൻ പ്രകാരം ഗ്യാമീറ്റ്സിലേക്ക് അല്ലെ ക്യാപിറ്റൽ ആർ ഇവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ, ഇവിടെ നിന്ന് സ്മോൾ ആർ സെപ്പറേറ്റ് ചെയ്ത് F1 ജനറേഷൻ ഉണ്ടാകുന്നു, അല്ലെ? എങ്ങനെയുള്ള F1? നമ്മൾ പഠിച്ചു, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ചേർന്നിട്ടുള്ള ഒരു ചെടി അങ്ങനെ ഉണ്ടായി. അദ്ദേഹം അതിന്റെ റിസൾട്ട് നോക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം വിചാരിച്ചു ഒരു റെഡ് കളറുള്ള ചെടി ആയിരിക്കുമെന്ന്. പക്ഷെ ഇത് പൂ വിരിഞ്ഞു വന്ന സമയത്ത് കണ്ട F1 ജനറേഷൻ എന്ന് പറയുന്നത് പിങ്ക് നിറത്തിലുള്ളതായിരുന്നു, അല്ലെ? അപ്പൊ അദ്ദേഹം വീണ്ടും എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹത്തിന് കിട്ടിയത് റെഡ് കളറിനെ വൈറ്റ് കളറുമായി ക്രോസ് ചെയ്തപ്പോൾ ഒരു പിങ്ക് കളർ ഫോം ചെയ്യുന്നു. അപ്പൊ ഇവിടെ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. കാരണം രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളെ ക്രോസ് ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരു സ്വഭാവം ആണ് മറ്റൊന്നിന്റെ മേളിൽ എക്സ്പ്രസ് ചെയ്യപ്പെടേണ്ടത്, അല്ലെ? ഡോമിനേറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം ലോ ഓഫ് ഡോമിനൻസ് പ്രകാരം പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു കംപ്ലീറ്റ് ഡോമിനൻസ് നടന്നില്ല. പിന്നെയോ ഇവിടെ നടന്നത് എന്ന് പറയുന്നത് റെഡ് കളർ പാർഷ്യലി ഡോമിനേറ്റ് ഓവർ വൈറ്റ് കളർ, അല്ലെ? അതുകൊണ്ട് തന്നെ റെഡിന്റെയും വൈറ്റിന്റെയും ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് കളറാണ് അവിടെ കിട്ടിയത്, പിങ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ അല്ല. ഇവിടെ നടന്ന എങ്ങനെയാണ്? റെഡ് കളർ ഈസ് പാർഷ്യലി ഡോമിനേറ്റ് ഓവർ വൈറ്റ്. അതുകൊണ്ട് തന്നെ ഈ ലോ അറിയപ്പെടുന്ന ലോ ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അദ്ദേഹം തന്റെ എക്സ്പെരിമെന്റ് നിർത്തിയില്ല, വീണ്ടും F2 ജനറേഷനിലേക്ക് പോയി. എങ്ങനെയാണ് F2 ജനറേഷൻ നടത്തുന്നത്? നമുക്കറിയാം. F1ലേക്ക് കിട്ടിയ ക്യാപിറ്റൽ ആറിനെ എന്ത് ചെയ്യുന്നു? സെൽഫ് പോളിനേഷൻ നടത്തുന്നു. ഇവിടെ നിന്ന് ഏതൊക്കെ ഫാക്ടേഴ്സുകൾ സെപ്പറേറ്റ് ചെയ്യപ്പെടാം? ക്യാപിറ്റൽ ആർ ആകാം, അല്ലെങ്കിൽ സ്മോൾ ആർ ആകാം. ഇവിടെ നിന്നോ ക്യാപിറ്റൽ ആർ ആകാം, സ്മോൾ ആർ ആകാം. ഇനി ഇവരുടെ കോമ്പിനേഷൻസ് നമുക്ക് ഒന്ന് വരച്ചു നോക്കാം, അല്ലെ? പണൽ സ്കോർ വെച്ച് വേണമെങ്കിൽ വരക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരച്ചു നോക്കാം, അല്ലെ? ക്യാപിറ്റൽ ആർ. ഇവിടെയോ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇനി സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, സ്മോൾ ആർ. ഇനി ഇതിന്റെ നിറം എന്തായിരുന്നു? ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് രണ്ട് ക്യാപിറ്റൽ ആർ വന്നാൽ അതൊരു റെഡ് കളർ ആയിരിക്കും. ഇനി ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ വന്നാൽ ലോ ഓഫ് ഡോമിനൻസിൽ അത് റെഡ് ആയേനെ. പക്ഷെ ഇവിടെ എന്ത് നിറമാണ്? പിങ്ക് നിറമാണ്. ഇവിടെ വീണ്ടും പിങ്ക് നിറം, അല്ലെ? ഇതെന്ത് നിറമാണ്? വൈറ്റ്. അപ്പൊ അദ്ദേഹം ഇതിന്റെ റേഷ്യോ കണ്ടെത്തി. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ കിട്ടിയ റേഷ്യോ അദ്ദേഹം നോക്കിയപ്പോൾ ഫീനോട്ടിപ്പിക് റേഷ്യോ എങ്ങനെ കിട്ടി? ഒരു റെഡ്, 2 പിങ്ക്, 1 വൈറ്റ്. അപ്പൊ നമുക്ക് റേഷ്യോ എങ്ങനെ എഴുതാം? 1:2:1, അല്ലെ? റെഡ്, പിങ്ക്, വൈറ്റ്. ഇനി അതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ നമുക്ക് കണ്ടെത്താം. ജീനോട്ടിപ്പിക് റേഷ്യോ എങ്ങനെ വരും? ക്യാപിറ്റൽ ആർ ഉള്ളത് 1 ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉള്ളത് 2 സ്മോൾ ആർ ഉള്ളത് 1. അതായത്
നമുക്ക് ഇവിടെ തന്നെ എഴുതാം ക്യാപിറ്റൽ 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 സ്മോളർ സ്മോളർ സ്മോൾ. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ ഫിനോട്ടിപ്പിക് റേഷ്യോയും ജിനോട്ടിപ്പിക് റേഷ്യോയും ഒരുപോലെ കിട്ടി. അപ്പോ ഫിനോട്ടിപ്പിക് ആൻഡ് ജിനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ലഭിക്കുന്ന ഏത് ടൈപ്പ് ഡോമിനൻസിലാണ് എന്ന എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ ഫിനോട്ടിപ്പിക് ആൻഡ് ജിനോട്ടിപ്പിക് റേഷ്യോ ഒരുപോലെ ലഭിക്കുന്നത് ലോ ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലാണ്. പിന്നീട് ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയിൽ ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് എക്സ്പെരിമെന്റ് ചെയ്ത 4 o'clock പ്ലാനിന്റെ സയന്റിഫിക് നെയിം മിറാബിലിസ് ജലപ്പ. പരീക്ഷയ്ക്ക് പീ പ്ലാനിന്റെ പൈസം സറ്റൈബ് എന്ന് തന്നിട്ടുണ്ടാകും. 4 o'clock പ്ലാൻ തന്നിട്ട് ഡാഷ്. അപ്പൊ നമ്മളവിടെ മിറാബിലസ് ജലപ്പ എഴുതണം. അതല്ലാന്നുണ്ടെങ്കിൽ ഡോഗ് ഫ്ലവർ, അതാണെങ്കിൽ ആന്റി റൈനം എന്നോ സ്നാപ് ഡ്രാഗൺ എന്നോ നമ്മളവിടെ എഴുതണം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ലോ ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്.